എൻ്റെ പ്രിയ ദൈവമക്കളെ, ഇന്ന് നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ 23-ാം സങ്കീർത്തനത്തിൻ്റെ 4-ാം വാക്യം ശ്രവിക്കാം. സങ്കീർത്തനം 23-4. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. ദാവീദ് രാജാവിൻ്റെതായി പറയപ്പെടുന്ന ഈ സങ്കീർത്തനം ഏറ്റവും പ്രസിദ്ധവും പ്രിയങ്കരവുമായ ഒന്നാണ്. ദൈവത്തെ ഇടയനായി ചിത്രീകരിക്കുന്നു. തൻ്റെ ജനത്തെ നയിക്കുന്നു, സംരക്ഷിക്കുന്നു, പരിപാലിക്കുന്നു. ബൈബിൾ കാലങ്ങളിൽ ഒരു ഇടയൻ പരിചിതനും അടുപ്പമുള്ളവനും ആയിരുന്നു. ആടുകളുടെ സുരക്ഷയ്ക്കും ക്ഷേമത്തിനും ഉത്തരവാദിയായിരുന്നു. ദൈവത്തിന് തൻ്റെ ജനവുമായുള്ള ബന്ധത്തിൻ്റെ ശക്തമായ ഒരു രൂപമാക്കി മാറ്റി. ഏറ്റവും ഇരുണ്ട സമയങ്ങളിൽ പോലും ദൈവത്തിൻ്റെ കരുണയിലും സംരക്ഷണത്തിലും ദാവീദിനുള്ള ആഴമായ വിശ്വാസത്തെ ഇവിടെ പ്രതിഫലിപ്പിക്കുന്നു. ഈ വാക്യം ഇരുണ്ടതും പ്രയാസകരവുമായ സമയങ്ങളെ അംഗീകരിക്കുന്നു. അപകടം, ഭയം, ദുഃഖം, കഷ്ടപ്പാട് അല്ലെങ്കിൽ അനിശ്ചിതത്വം എന്നിവയുടെ നിമിഷങ്ങളെ പ്രതീകപ്പെടുത്തുന്നു. ഈ താഴ്വരകളിലൂടെ നടക്കുമ്പോഴും ദൈവം സന്നിഹിതനാണെന്നതിനാൽ ദാവീദ് പൂർണ്ണമായി ആത്മവിശ്വാസവും സമാധാനവും പ്രകടിപ്പിക്കുന്നു. മരണനിഴലിൻ്റെ താഴ്വര ആഴത്തിലുള്ളതും ദുരിതത്തെയും അപകടത്തെയും പ്രതീകപ്പെടുത്തുന്നു. പലപ്പോഴും ഏറ്റവും അപകടകരവും ഭയാനകവുമായ സാഹചര്യങ്ങളായി വ്യാഖ്യാനിക്കപ്പെടുന്നു. മരണത്തോടടുക്കുന്ന ഒന്നുപോലും താഴ്വരയെ ഒഴിവാക്കുന്നതിനെ കുറിച്ചല്ല, മറിച്ച് ദൈവത്തിൻ്റെ സഹായത്തോടെ അതിലൂടെ നടക്കുന്നതിനെ കുറിച്ചാണ്. ഞാൻ ഒരു തിന്മയെയും ഭയപ്പെടുകയില്ല, അപകടമുണ്ടായിട്ടും ഞാൻ ഭയപ്പെടില്ലെന്ന് ദാവീദ് ഉറപ്പിച്ചു പറയുന്നു. വിശ്വാസത്തിൻ്റെ അധിഷ്ഠിതമായ ധൈര്യത്തിൻ്റെ പ്രസ്താവനയാണത്. നീ എന്നോടൊപ്പമുണ്ട്. ഇതാണ് കേന്ദ്ര ഉറപ്പ്. ദൈവത്തിൻ്റെ സാന്നിധ്യവും സ്ഥിരവും വ്യക്തിപരവും ശക്തവുമാണ്. ദാവീദിൻ്റെ സമാധാനം സാഹചര്യങ്ങളിൽ നിന്നല്ല, മറിച്ച് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്നാണ് വരുന്നത്. വടിയും കോലും ഇടയ ഉപകരണങ്ങളാണ്. വേട്ടക്കാരിൽ നിന്നുള്ള സംരക്ഷണത്തിനായി വടി ഉപയോഗിക്കുന്നു. ആടുകളെ നയിക്കാനും പിന്തുണയ്ക്കാനും കോല് ഉപയോഗിക്കുന്നു. ഇവ ദൈവത്തിൻ്റെ സംരക്ഷണത്തെയും മാർഗനിർദ്ദേശത്തെയും പ്രതീകപ്പെടുത്തുന്നു. ഇരുണ്ട സമയങ്ങളിൽ ആശ്വാസം നൽകുന്നു. കഷ്ടപ്പാടുകളിൽ നമ്മൾ ഒറ്റയ്ക്കല്ലെന്നും കാര്യങ്ങൾ ഏറ്റവും ഇരുണ്ടതായി തോന്നുമ്പോഴും ദൈവം നമ്മോടൊപ്പമുണ്ടെന്ന് നാം തിരിച്ചറിയണം. ഭയത്തിന് പകരം വിശ്വാസം പുലർത്തുക. കാരണം ദൈവം തൻ്റെ ജനത്തെ സംരക്ഷിക്കുകയും നയിക്കുകയും ചെയ്യുന്നു. കഷ്ടപ്പാടുകൾ എന്നേക്കുമായി നിലനിൽക്കുന്നില്ലെന്നും നമ്മൾ അതിലൂടെ കടന്നു പോകുമെന്നും ഓർക്കുക. സ്നേഹപിതാവേ, ജീവിതത്തിലെ ഏറ്റവും ഭയാനകവും അനിശ്ചിതവുമായ നിമിഷങ്ങളിൽ പോലും ദൈവത്തിൻ്റെ സാന്നിധ്യം ഭയത്തെ അകറ്റുന്നുവെന്ന് മനസ്സിലാക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവത്തെ ഒരു ഇടയനായി വിശ്വസിക്കാനും ജീവിതത്തിലെ ഏറ്റവും ഇരുണ്ട നിമിഷങ്ങളെ ധൈര്യത്തോടെയും ആശ്വാസത്തോടെയും പ്രത്യാശയോടെയും നേരിടാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.